ഹായ് ഡിയേഴ്സ്, വെൽക്കം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു സെറ്റ് മുണ്ടിലൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പഴയ ഒരു സെറ്റ് മുണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സെറ്റ് മുണ്ടും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് സെറ്റ് മുണ്ടിൽ വരയ്ക്കുന്നതിന് പകരം ആദ്യം ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ വരച്ചതിന് ശേഷം അത് സെറ്റ് മുണ്ടിലേക്ക് വരയ്ക്കുന്നത് ഒന്നും കൂടി ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ആദ്യം പേപ്പറിൽ വരയ്ക്കുന്നത്. അപ്പോൾ പേപ്പറിൽ വരച്ചതിന് ശേഷം നമ്മൾ അത് ഇതേപോലെ ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമ്മളത് സെറ്റ് മുണ്ടിലേക്ക് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഡയറക്റ്റ് വരയ്ക്കുന്നതിനേക്കാളും ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടും. വരച്ചത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. മാക്സിമം നമ്മൾ കാണുന്ന പോലെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ നമ്മൾ ഇതേപോലെ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. മറ്റേത് നമ്മൾ ഫ്രെയിം ഉപയോഗിക്കാതെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ തണ്ട് ഭാഗത്ത് വരുന്നവിടെ നമ്മൾ ഒരു ഗ്രീൻ കളർ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. പിന്നെ മോളുള്ളതുകൊണ്ട് അപ്പം തന്നെ ഇരുന്ന് തീർക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉറങ്ങിയതിന് ശേഷം പിന്നെ രാത്രിയാണ് വീണ്ടും ഇത് ഇരുന്ന് ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ബാക്കി തന്നെ ഫ്ലവർ ആണ് ചെയ്ത് തുടങ്ങിയത്. ഒരു ഡാർക്ക് മെറൂൺ പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഭാഗം ചെയ്തെടുത്തത്. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഡാർക്ക് കളർ മനസ്സിലാവണുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത്യാവശ്യം നല്ല ഒരു നല്ല മെറൂണാണ് നമ്മൾ എടുത്തത്. ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കോഫി ബ്രൗൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മളതിൻ്റെ മേലെ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ലൈൻ ഇടുന്നത് പോലെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റും കൂടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി എടുത്തറിയാൻ പറ്റുന്നത്. മറ്റേത് നമ്മൾ സാധാ ഒരു ഇത് വരച്ചതുപോലെ തോന്നിക്കുള്ളൂ. ആ വൈറ്റ് പെയിൻറ്റും കൂടെ വരുമ്പോൾ അതിൻ്റെ മേലെ നമുക്കൊരു വേറൊരു ഭംഗി കൂടി ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ സാരിയുടെ ഭാഗത്തേക്കായിട്ട് പിന്നെ കുത്തുന്ന ഭാഗം നമ്മളവിടെ ഒരു ഷോൾഡറിൻ്റെ താഴത്തേക്ക് ആയിട്ട് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് പൂവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അത് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത്രയും താഴത്തേക്ക് ഇട്ടതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഈ ഫ്ലവർ വരച്ചിട്ടുള്ളത്. ഇത് മുണ്ടിലുള്ളതിനേക്കാൾ ഒന്നും കൂടി വലുതാക്കിയിട്ടും പിന്നെ കുറച്ച്
തിക്നെസ് കൂട്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റേ മുണ്ടിൽ അത്രയും നമ്മൾ വലുതാക്കിയിട്ടല്ല ചെയ്തത്. ഇതിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വലുതാക്കിയിട്ടാണ് ചെയ്തത്. നമ്മൾ ഷോൾഡറിൻ്റെ മുന്നിലേക്ക് കാണുന്ന ഭാഗം ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വലുതാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളതും പെയിൻറ്റ് ചെയ്തിട്ടുള്ളതും. പിന്നെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ ഇനി ഒന്ന് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. പെയിൻറ്റ് ഒന്നും കൂടി അതുപോലെ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറച്ചിട്ടതിന് ശേഷം പെയിൻറ്റ് ചെയ്യുന്നത്. നന്നായി മടക്കിയതിന് ശേഷം നല്ല നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല വൃത്തിക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കണം. മുണ്ടിൻ്റെ ഫുൾ ഭാഗവും നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത ആ ഭാഗം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് നീറ്റായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പഴയ സെറ്റുമുണ്ടായതുകൊണ്ട് നൂലൊക്കെ അവിടെയും ഇവിടെ ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. നമ്മളെ ഫ്രണ്ട് ഭാഗമാണ് ഷോൾഡറിൻ്റെ താഴത്തേക്ക് വന്ന ഭാഗം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിന് ഭംഗി മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. അതിന് ചേർന്നൊരു ബ്ലൗസ് എൻ്റെ കൂടെ പെയർ ചെയ്തതാണ്. ചെറിയൊരു വീഡിയോ കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.